കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് ഇതുവരെ അതിന്റെ ഒരു എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തതെന്നുള്ളത് എനിക്കൊരു മനസ്സിലാവാത്ത രീതിയിലൊരു ഷോക്കാണ് ഇത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റ്സ്, അതായത് അച്ഛനും അമ്മയും അവരുടെ കുട്ടിയെ ഒരു കട്ടിലിന്റെ മുകളിൽ കിടത്തിയിരിക്കുകയാണ്. അതിനുശേഷം ആ കുട്ടിയുടെ വയറിന്റെ മുകളിൽ ഒരു മൗസ് വെച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ഏതാണ്ട് ഏകദേശം ഒരു 4-5 വയസ്സ് പ്രായം ഉണ്ടാവും. ആ കുട്ടിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിനകത്തൊരു സ്കാനിങ്ങിന്റെ വീഡിയോയും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കുട്ടിയുടെ അച്ഛൻ ആ മൗസ് ഇങ്ങനെ പതുക്കിട്ട് ഇങ്ങനെ അനക്കുകയാണ്. അതിനുശേഷം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് കഴിയുമ്പോൾ ആ സ്കാനിങ്ങിലെ വീഡിയോയിൽ ഒരു പുഴു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിങ്ങനെ കിടന്ന് ചുളക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കുട്ടിയോട് പറയണം, കണ്ടോ നീ ഒരുപാട് മിഠായും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നിന്റെ വയറ്റിൽ പുഴു വരുന്നത്. അതിനെ പിന്തുണച്ചുകൊണ്ട് ആ കുട്ടിയുടെ അമ്മയും അവിടെ കിടന്ന് പിറകിൽ കിടന്ന് ഡയലോഗ് അടിക്കുന്നത്. എടാ നീ കണ്ടോ, നീ ഇങ്ങനെ വേണ്ടാത്ത മിഠായി ഒക്കെ എടുത്ത് കഴിച്ച അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് നിന്റെ വയറ്റിൽ പുഴുവൊക്കെ വന്നത്, കണ്ടോ. അത് ഇനിയിപ്പോ അത് എന്ത് ചെയ്യും എന്നൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ കുട്ടിയെ പേടിപ്പിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഘാതം എന്താന്നുള്ളത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം അത് ഭീകരമായിട്ടുള്ള ഒരു ആഘാതമായിരിക്കും ആ കുട്ടിയുടെ മനസ്സിനെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക. കാരണം ആ കുട്ടി ഇനി എങ്ങനെയാണ് ആ പാരന്റ്സിനെ വിശ്വസിക്കുക? എന്ത് ധൈര്യത്തിലാണ് ആ കുട്ടി പാരന്റ്സിനെ വിശ്വസിക്കുക? ഇതിപ്പോ എനിക്കാണ് സംഭവിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ പാരന്റ്സിനെ വിശ്വസിക്കാൻ ഞാൻ യാതൊരു വകയില്ല. കാരണം അത്ര ഭീകരമായിട്ടുള്ള ഒരു പാരന്റിങ് ആണത്. ഒരിക്കലും ഒരു കുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ വീഡിയോയിലൂടെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയോട് ചെയ്യുന്നത്. ഒരു കാരണവശാലും അതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോ ഇതൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എന്റേതായ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം. എത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കുട്ടിയോട് ചെയ്യാൻ പാടില്ല. അത് പോക്കൃത്തരം എന്നല്ലാതെ എനിക്ക് വേറെ പറയാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന കമന്റ് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് പുതിയ വീഡിയോ കേട്ട് വീണ്ടും കാണാം. അതുപോലെ ബൈ.